ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കും. ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗും കോളിഫ്ലവറും ഉലർത്തിയതാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതൊരു വെയിറ്റ് ഒരു 200 ഗ്രാം ഉണ്ടാവും. കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ വെയിറ്റിന് 200 ഗ്രാം. പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ കുറച്ച് കടുക്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ കുറച്ച് ഉപ്പ്. അത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഈ കോളിഫ്ലവർ ഞാൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിന് ശേഷം അത് ഒരു കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഈ കോളിഫ്ലവർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലാവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്തതാണിത്. ഇത് നമുക്കിനി നന്നായിട്ട് ചെറുതായിട്ട് എത്രയും ചെറുതാക്കി അരിയാൻ പറ്റും അത്രയും ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം. ഈ തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി അടിച്ച് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് അടിച്ചിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണം. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടണ വരെ സബോള മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഉപ്പ് നമ്മൾ ചമ്മന്തിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷെ ആ വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞ്, അതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് ആവശ്യം വരും. എന്നാലും നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് സബോള വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി നമ്മൾ കോളിഫ്ലവർ വെള്ളമൊഴിച്ച് വേവിച്ച കാരണം അതിനേരം വഴറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി ഇത് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ചമ്മന്തി ഇട്ട് കൊടുക്കാം. ചമ്മന്തി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ആകെ കോളിഫ്ലവർ നന്നാക്കി എടുക്കുന്ന ഒരു നേരം മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത്തിരി നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം, അല്പസമയം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ ഉപ്പ് നോക്കാം. എനിക്കിപ്പോൾ ഈ ഉപ്പ് കറക്റ്റാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.